എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായം 45 വാക്യം. മത്തായി 25:45. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളമെല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം അരുളും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഒരു പക്ഷേ കണ്ടിട്ടുള്ള ഒരു ഹ്രസ്വ ചിത്രമുണ്ട്. അതിന് എന്നും പ്രസക്തിയുള്ളതുമാണ്. അതിങ്ങനെയാണ്: തിരക്കുള്ള ഒരു റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുന്ന അന്ധനായ ഒരു മനുഷ്യൻ. ആ റോഡിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നു. അയാളെ ശ്രദ്ധിക്കാതെ അയാൾക്ക് തൊട്ടു മുന്നിലൂടെ കടന്നു പോകുന്ന ധാരാളം ആളുകളുണ്ട്. ചിലർ അയാളുടെ കയ്യിലിരിക്കുന്ന പാത്രത്തിൽ നാണയത്തൊട്ടുകൾ ഇട്ടുകൊടുക്കുന്നുണ്ട്. റോഡിന് എതിർവശത്ത് അലസനായി സിഗരറ്റ് വലിച്ച് റോഡിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഇരിപ്പുണ്ട്. പെട്ടെന്ന് വികലാംഗനായ ഒരാൾ ഇഴഞ്ഞ് നീങ്ങി അന്ധനായ മനുഷ്യനരികെ എത്തുന്നു. അയാൾ ആ മനുഷ്യൻ്റെ ഊന്നുവടി തൻ്റെ തോളിലേക്ക് ചാരി വെച്ച് അയാൾക്ക് മുൻപേ ഇഴഞ്ഞു നീങ്ങി റോഡ് മുറിച്ച് കടത്തി തിരികെ പോയി. ആ കാഴ്ച കണ്ട് ചെറുപ്പക്കാരൻ നടുക്കത്തോടെ ചാടി എഴുന്നേറ്റ്, എന്തുകൊണ്ട് ഞാനത് ചെയ്തില്ല എന്ന് പിഴയിടിക്കുന്നു. നമ്മുടെ കാലത്തിന് നേരെ തിരിച്ച ഒരു കണ്ണാടിയാണ് GS കാർത്തിക്കിൻ്റെ 3 മിനിറ്റ് മാത്രം നീളുന്ന ഈ ഹ്രസ്വ ചലച്ചിത്രം. എല്ലാ കാലത്തും ഈ 2 തരം മനുഷ്യരുണ്ട്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് നേരെ ഹൃദയം തുറന്നു വച്ചിട്ടുള്ളവരും ആർക്കെന്ത് സംഭവിച്ചാലും അതൊന്നും തങ്ങളെ ബാധിക്കുന്നതല്ല എന്ന് കരുതുന്ന നിസ്സംഗരായ മനുഷ്യരും. ഇവരുടെ എണ്ണം പെരുകുന്നുണ്ട്. അല്ലെങ്കിൽ പഠിക്കാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരു കുഞ്ഞിവിടെ ജീവിതം സ്വയം അവസാനിപ്പിക്കുമോ എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉയരണം. ധാരാളം കുഞ്ഞുങ്ങൾ അങ്ങനെ ജീവിതത്തിൻ്റെ ഓരങ്ങളിലേക്ക് തള്ളപ്പെടുന്നു. നിസ്സംഗതയാണ് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തിന്മ. ഞാൻ ആരുടെയും കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുന്ന ആളല്ല എന്ന് പലരും മേനി പറയുന്നിടത്തോളം കാര്യങ്ങളെത്തി. ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലൊന്നും നമുക്ക് ഒരു ഉത്തരവാദിത്വമില്ലെന്ന് നമ്മെ ആരാണ് പഠിപ്പിച്ചത്? നമ്മൾ കരുതുന്നത് പോലെ അത്ര നിസ്സാരമായ കാര്യമല്ല നിസ്സംഗത. നമ്മുടെ നിഷ്ക്രിയത്വം കൊണ്ട് എത്ര പേരുടെ ജീവിതം പാതി വഴിയിൽ അവസാനിച്ചിട്ടുണ്ടെന്ന് ഓർത്തു നോക്കിയാൽ മനസ്സിലാകും. അപകടത്തിൽപ്പെട്ടയാളെ കാണാത്ത മട്ടിൽ കടന്നുപോയത് വഴി ജീവൻ നഷ്ടപ്പെട്ടവരുടെയും കർഷകരുടെ ഇടയിലുണ്ടായ ആത്മഹത്യകളും കൂടി ഇതിനോട് ചേർത്ത് വായിക്കാം. ഓരോരുത്തർക്കും മറ്റുള്ളവരുടെ കാര്യത്തിൽ ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്ന് പഠിപ്പിക്കാനാണ് കർത്താവ് മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായത്തിലെ ഈ ഉപമ വളരെ ഗൗരവമായി തൻ്റെ അനുവാചകർക്ക് പകർന്നു നൽകുന്നത്. ഓരോരുത്തരും മറ്റുള്ളവരോട് കാണിച്ച കരുതലിനനുസരിച്ചായിരിക്കും ഒടുവിൽ അവരുടെ ഒരു ജീവിതം വിചാരണ ചെയ്യപ്പെടാൻ പോകുന്നത് എന്ന സൂചന കർത്താവ് നൽകുന്നു. കർത്താവായ യേശുക്രിസ്തുവിന് മുൻപ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല. പാരമ്പര്യത്തിൻ്റെയും നിയമത്തിൻ്റെയും ഒക്കെ പേരിൽ തങ്ങൾക്ക് നേരിട്ട ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളിൽ നിന്ന് പോലും അവർ വളരെ വിദഗ്ധമായി ഒഴിഞ്ഞു മാറി. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, അവരെ അധിക്ഷേപിക്കുന്നവൻ മരിക്കണം എന്ന ദൈവകൽപ്പനയെ അവർ വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ്: ആരെങ്കിലും തൻ്റെ അപ്പനോടോ അമ്മയോടോ എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് വഴിപാടായി പള്ളിക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ അവരെ സംരക്ഷിക്കേണ്ടതില്ല. അത്രമാത്രം കൽപ്പനകളെ തെറ്റായി വ്യാഖ്യാനിച്ച്
ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അവിടെയാണ് കർത്താവ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്ന് വ്യക്തമായി കർത്താവ് പറയുന്നു. നമുക്ക് ലഭിച്ചത് എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മൾ ആരും സ്വയമേ നിന്നതല്ല എന്ന് വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ദാനമായി ലഭിച്ച ബലത്തിൽ നിന്ന് മറ്റുള്ളവരുടെ അവശതകളെ കണ്ട് സഹായിക്കാൻ നമ്മൾ കരങ്ങൾ നീട്ടുമ്പോൾ, അല്പം സമയം ചെലവഴിക്കുമ്പോൾ, കുറച്ച് വ്യയം ചെയ്യപ്പെടേണ്ടി വരുമ്പോൾ, അത് വലിയ കരുതൽ നിക്ഷേപമായി ദൈവം തമ്പുരാൻ കണക്കിടുന്നു എന്ന ബോധ്യത്തോടെ നമ്മുടെ സമൂഹത്തെ ചലിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹം ഉള്ളിലുള്ളിടത്തോളം കാലം ക്രിസ്തുവിൻ്റെ കരം നീട്ടപ്പെടേണ്ട ഇടങ്ങളിൽ നമ്മുടെ കരം സ്വാഭാവികമായി നീട്ടപ്പെടും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട കർത്താവെ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം, അറിവിനായി സ്തോത്രം, ആരോഗ്യത്തിനായി സ്തോത്രം, ധനത്തിനായി സ്തോത്രം. എല്ലാം അങ്ങയുടെ ദാനമാണല്ലോ. മറ്റുള്ളവരുടെ നന്മയ്ക്കായി അവരുടെ അവശതകളിൽ ഞങ്ങളാൽ കഴിയുന്നിടത്തോളം പങ്കുകാരാകാൻ, മാറ്റിവെക്കുന്നവരാകാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ളവരോട് കൂടുതൽ കരുണയോടെ ഇടപെടാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ പുതിയ ഏടുകളിലൂടെ ദൈവം അവരെ നയിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും കാവലും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.